കണ്ടിട്ട് വേറെന്താ തോന്നണേ? ഞാൻ ചെയ്യാം. അയ്യോ, ഇത്ര നേരം ഇവിടെ ഇത്ര ഇലയൊക്കെ വീണ് തൂക്കാൻ തോന്നിയില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്യണ കണ്ടപ്പോഴല്ലേ ചെയ്യണ്ട. അതമ്മ, നമ്മുടെ വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടല്ലോ. അപ്പൊ ചെയ്യാൻ തോന്നുമ്പോ ചിലപ്പോ സമയം കിട്ടില്ല, പിന്നെ സമയം കിട്ടുമ്പോ ചെയ്യാനും മറന്നു. നീ മറക്കണമല്ലോ, എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എന്റെ വീട്ടുകാരായി പോയില്ലേ. ഇങ്ങ് താമ ഞാൻ ചെയ്യാന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ചെയ്തോ. പറഞ്ഞ കേക്കൂലെന്ന് വെച്ചാ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു നിന്നെ. രാത്രി 11 മണിക്ക് നീ എടുത്തില്ല. ആടാ അതാണ് പറഞ്ഞത്, സമയമില്ല. നോക്കാം, നമുക്ക് നോക്കാം. ഞാൻ വിളിക്കാം നിന്നെ കേടാ. വിളിക്കാം. ആരാ ഏട്ടാ? ചെറിയടി, അവനിപ്പോ ബാംഗ്ലൂരിലാണല്ലോ. അപ്പൊ അവനെ ഇങ്ങോട്ട് ഇറങ്ങാൻ. ബാംഗ്ലൂരിലോട്ട് എനിക്ക് പോണം. 1-2 ദിവസമെങ്കിലും ലീവ് എടുത്തിട്ട് ഒരു ദിവസം പോണം. എത്ര നാളായി? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ചേട്ടൻ ലീവ് എടുക്കുമ്പോ ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുക്ക്. അമ്മേനെ കൊണ്ടും അച്ഛനെ കൊണ്ടും നമുക്ക് ലീവ് എടുപ്പിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ബാംഗ്ലൂർക്ക് പോകാം. എങ്ങനെയുണ്ട്? കൊള്ളാം, സംഭവം നല്ല ഐഡിയ ആണ്. ടോട്ടൽ ചെലവിന്റെ 25% ഞാൻ ഇടും. ബാക്കി 25 ചേട്ടൻ, പിന്നത്തെ 25 അമ്മ, അച്ഛൻ. എങ്ങനെയുണ്ട്? പോയാലോ അമ്മേ? കൊള്ളാം, കുഴപ്പമില്ല. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും 25 വെച്ച് 50 ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും 25 50 ഉണ്ടല്ലോ, ഓക്കെ ആവില്ല. കാരണം മൊത്തം ഞാൻ ഇടേണ്ടി വരും. അങ്ങനെയാണല്ലോ എന്റെ അനുഭവങ്ങൾ. അതുകൊണ്ട് ഈ യാത്രയെന്ന് എന്നെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കും. കണ്ടാ, ഇതാണ് പ്രശ്നം. എന്തെങ്കിലും നല്ല ഐഡിയ കൊണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉടനെ നെഗറ്റീവ് പറഞ്ഞത് ബ്ലോക്ക് ചെയ്യും. അതേ, ഇതേപോലെ നിങ്ങളുടെ വാക്കും കേട്ട് കുറെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുത്ത് ഞാൻ നിങ്ങളെ കൂടെ തുള്ളിച്ചാടി വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട പല യാത്രകളും? കൊടൈക്കനാൽ യാത്ര, അച്ഛൻ എല്ലാ ചെലവും എടുത്തോളാന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങി തിരിച്ച്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചു? മൊത്തം ചെലവും ഞാൻ എടുക്കേണ്ടി വന്നു. നിങ്ങളെല്ലാം അവിടെ കിടന്ന് തുള്ളിച്ചാടി ആനന്ദിച്ച്. ഇവിടെ നിന്നപ്പോൾ 1 വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ആ കട മൊത്തം വീട്ടിയത്. അതുകൊണ്ട് എന്നെ വിട്ടേക്ക് മോളെ. അല്ലമ്മ, ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ. അച്ഛനേല് പൈസ ഒക്കെ വരണല്ലേ, പിന്നെന്തോന്നു? അച്ഛൻ്റെ പൈസ മാത്രമേ വന്നുള്ളൂ. പഴയ ബുദ്ധി ഇതുവരെ മാറിയിട്ടില്ലല്ലോ. അത് തന്നെയല്ലേ ഇപ്പോഴും. നിങ്ങൾ അച്ഛൻ്റെ കയ്യിൽ ഒരു 500 കോടി കിട്ടിയാലും ഒരു മാസത്തെ ഒരു 500 രൂപയെങ്കിലും എന്നെ പറ്റിച്ചില്ലെങ്കിൽ അച്ഛൻ ഉറക്കം പറ്റില്ല കേട്ടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഒരു യാത്രയിലും എന്നെ വിളിക്കണ്ട. പൈസ മുടക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ അങ്ങ് ചർച്ച ചെയ്ത് നിങ്ങൾ തമ്മിൽ അങ്ങ് പോയാൽ മതി. പേടിച്ചോ? എന്തിനു പേടിച്ച്? പേടിച്ച് മുള്ളിയാ? സത്യം പറഞ്ഞപ്പോ മുള്ളിയാണ്. കൊള്ളാലോട്ട് ധാരണ വണ്ടിയാടാ. ഒന്ന് നോക്കിയില്ലേ ചേച്ചി? ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ച്. സത്യം പറയടാ, ധാരണ വണ്ടിയാ. പൈസ ഒന്നും നോക്കിയില്ല, നിങ്ങൾ മേടിച്ച്. എങ്ങനെയുണ്ട്? തള്ളാണ്ട് കാര്യം പറ. രതീഷന്റെ വണ്ടി ചേച്ചി. എനിക്ക് അപ്പോഴേ തോന്നി, പിന്നെ നീ വണ്ടി വാങ്ങിക്കണം. ഞാനിപ്പോ ഒരു സാധനം എടുക്കാൻ ടക്കന വന്നത്. അമ്മ, മിക്കവാറും ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനിത് മേടിക്കും കേട്ടോ. 1 കൊല്ലത്തിന് മുന്നേ? 1 കൊല്ലം ആവുന്നതിന് ശേഷം. അത് തന്നെ, 1 കൊല്ലത്തിന് ശേഷം ഞാൻ ഈ വണ്ടി മേടിക്കും രതീഷന്റെ കയ്യിൽ നിന്ന്. ഞാൻ പോട്ടെ, ടൈം പോണു. ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര നോക്കി കാണിച്ച് പറയാൻ അച്ഛന്റെ അതേ ടൈപ്പ് തന്നെ. ഇവനെങ്ങാനും വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നെ, ഇവന്റെ ശോഭന് കാണേണ്ടി വരും സ്വാമി. എന്തായാലും ചെക്കൻ വെച്ചിട്ട് കയറ്റമാണ്. കേശുവിന്റെ അടുത്ത് ബാംഗ്ലൂർ പോണ കാര്യം പറയണ്ടേ? അവന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ഇപ്പൊ റെഡി ആയിട്ട് പോവാന്ന് പറയും. എന്നാ വാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വണ്ടിയില്ല, നടക്കൂല. കേശുടാ, പിന്നെ ഈ ഡിസംബറിൽ ഞങ്ങള് ബാംഗ്ലൂർ പോവാ. അപ്പൊ നീ എങ്ങനെയാ ഇവിടെ ഒറ്റയ്ക്ക് നോളൂലേ? നിങ്ങൾ ബാംഗ്ലൂർ പോണെന്നാ? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എന്തോന്ന് ചേച്ചി പറയണത്? എടാ, ഒരാഴ്ചത്തെ ട്രിപ്പാണ്. ഈ ഒരാഴ്ച നിനക്ക് ജലസേവാ കേന്ദ്രം അതോറിറ്റി ട്യൂഷൻ ക്ലാസ് ഒക്കെ വിട്ടിട്ട് വരാൻ പറ്റുമോ? ഇല്ലല്ലോ. പോരാത്തിന് നീ 10ാം ക്ലാസ്സാ. എന്നും പറഞ്ഞോണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ വരും. ഒറ്റയ്ക്ക് നിൽക്കണ്ട, നീ ഉച്ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്ക്. ഉച്ചേച്ചി നിന്നെ പൊന്നു പോലെ നോക്കിക്കോളൂ. ഒന്നില്ലെങ്കിൽ നീ ഉച്ചേച്ചിയുടെ ഭാവി. ബാക്കി പറ. ഭാവി ആര്? എന്താ ചേച്ചി പറയണ കേട്ടാ? അത് ഞാൻ പറയുന്ന ഉത്തരം പറ. എന്ത്? എടാ, ആ വണ്ടി നിങ്ങളുടെ ജനസേവാ കേന്ദ്രം വിറ്റ മറ്റേ രതീഷിന്റെ വണ്ടിയല്ലേ? അതെ. എന്തിനാണ് നീ എടുത്തത്? ഞാനത് എടുത്തതല്ല. രതീശൻ എന്നോട് നീ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാ. ചേട്ടൻ എന്നോട് ഭയങ്കര കാര്യമമ്മ. ഞാൻ ഇങ്ങനെ നടന്നൊക്കെ പോകുന്ന കാണുമ്പോഴേ, മക്കളെ നീ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ്റെ സ്കൂട്ടർ എടുത്തോണ്ട് പോകുന്നു. കേശു, നീ എപ്പോഴും വണ്ടി ഓടിക്കാൻ പഠിച്ചത്? അതെന്തോന്ന് ഓടിക്കാൻ എത്ര പാട്? ചീള് കേസല്ലേ, ഗിയറൊന്നും ഇല്ലല്ലോ. ആണോ? ഒരു വണ്ടി ചീള് കേസൊന്നും അല്ല. അല്ലമ്മ, അതറിയാം. എന്നാലും ഞാനിത് ഓടിക്കുകയൊക്കെ ചെയ്യുമ്മ. ഞാൻ വാഴക്കാട് വരെ കിടക്കിടയ്ക്ക് പോയിട്ട് വരും. എടാ, നീ വണ്ടി ഓടിക്കണ്ട. എടാ, നിനക്ക് ലൈസൻസ് ഇല്ല. ഇവന് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ലൈസൻസ് ഉണ്ടാവണത്? അമ്മ, ഞാൻ 1-2 തവണ എങ്ങനെ വാഴക്കാതെ പോയിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി മൊത്തം യൂട് റോഡിക്കുള്ള പരിപാടിയാ. അല്ലമ്മ, ഇങ്ങനെയൊക്കെയല്ലേ വണ്ടി ഓടിച്ച് പഠിക്കണേ. പോരാത്തിന് ചെറിയ ഇടവഴിയല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്പീഡിൽ ഓടിക്കരുത്, പയ്യ ഓടിച്ചോളണം. അല്ല, പയ്യനെ ഓടിച്ചു കഴിഞ്ഞാൽ സേഫ് ആണ്. പക്ഷെ നീ അമ്മ പറഞ്ഞ കാര്യം തലയുടെ ബാക്കിൽ എപ്പോഴും ഉണ്ടാവണം.
സൂക്ഷിക്കണം. അതെ, ഈ ചെറിയ ഊടുവഴി കൂടെയൊക്കെ ഇവൻ വണ്ടി ഓടിച്ച് പോകുമ്പോ ഏതെങ്കിലും ഒരു കുട്ടി വട്ടം ചാടിയാൽ മതി, പിന്നെ ഇവിടെ ഒന്നും നിക്കില്ല, അതങ്ങ് കയറിപ്പോവും കേസ്. അമ്മ ഞാൻ എക്സ്പെർട്ട് ആണമ്മ വണ്ടി ഓടിക്കാൻ. ഞാൻ വണ്ടി ഓടിക്കുന്നതിന്റെ ഉച്ചേച്ച് എന്തോ പറഞ്ഞതറിയൂ, ഒരു 10-25 വർഷം വണ്ടി ഓടിച്ച് കൈ തെളിഞ്ഞ ഒരാൾ ഓടിക്കുന്ന പോലെ തന്നെ ഉണ്ടോ? നിന്റെ ഉഷ്ടേച്ചിക്ക് തലക്ക് സ്ഥിരതയില്ലേ? അമ്മ എന്താ ഉച്ചേച്ച് ഓരോന്ന് പറയല്ലോ കേട്ടാ. അയ്യോ, ഭാവി ഡാഷിനെ പറഞ്ഞപ്പോ ഭാവി ഡാഷിനെ പിടിച്ചില്ല. ഇത് എന്ന് പറഞ്ഞ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. ഉദ്ദേശം മനസ്സിലായ? എനിക്കത് മനസ്സിലായി, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായ? അമ്മയ്ക്ക് ചെറിയൊരു വിഷയം മതി കേട്ടോ നമ്മളൊക്കെ പേടിപ്പിക്കേ. ഓഹോ, അങ്ങനെയാണല്ലേ. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഇനിയൊക്കെ നീയൊക്കെ അനുഭവിച്ചോ. ആ അല്ല പിന്നെ നീ കുറെ ആളൊക്കെ ഡബിൾസ് ഒക്കെ ഓടിക്കോ? പിന്നെ ഞാൻ ഒരു ദിവസം ഉച്ചേച്ചിയെ കൊണ്ട് വില്ലേജ് ഓഫീസർ ഒന്ന് പോയായിരുന്നു. അമ്മ പറഞ്ഞ കേട്ടാ, അവൻ ഡബിൾസ് ഓടിക്കുന്നു. ഉഷേച്ചിനെ ബാക്കിൽ ഇരുത്തിട്ട് ഡബിൾസ് ഒക്കെ ഓടിച്ചിരിക്കുന്നു. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത്? അല്ല, നോർമലായ ഒരു സംശയമാണ്, ചോദിക്കട്ടെ? ചോയില് പക്ഷെ ഞാനത് പറഞ്ഞു തന്നെ നീ ചിന്തിച്ച് വേറെ രീതിയിൽ ആക്കി എടുക്കരുത്. ചോദിക്കണുണ്ടാ? നീയേ ഉഷ ചേച്ചിയുടെ മോളെ വണ്ടിയിലിരുത്തി പോയിട്ടുണ്ടോ ബാക്കിൽ? ചേച്ചി ഞാൻ വല്ലതും പറഞ്ഞു കേട്ടാ. കണ്ടാമോ അവന് നാണമൊക്കെ വരുന്നു. അമ്മ ഞാൻ ഇവിടെ നിന്ന് ശരിയല്ലോ കേട്ടാ, ഞാൻ പോണേ. പോടാ, അതന്നെ ശരി. എന്തോ ഞാനും പറയുന്നു. വേണ്ട നോക്കിയടാ, വായ തലയിടിക്കടാ. മൊത്തം റിലേ പോയിട്ടാ കാര്യം പറഞ്ഞപ്പോഴേക്കും.